ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി ചെറിയൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളിൽ ചെറിയൊരു അയവ് വന്നതോടെ ഇന്ത്യൻ മാർക്കറ്റ് ചെറുതായിട്ട് കയറാൻ തുടങ്ങി. നിഫ്റ്റി 50 ഇന്ന് 28 പോയിൻറ്റ്സ് ഉയർന്ന് 25,694 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 515 പോയിൻറ്റ്സ് ഉയർന്ന് 60,095 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 59,867 ക്ലോസ് ചെയ്തപ്പോൾ 97 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 48 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 17,362 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പാണ് ഇന്ന് ലോസിൽ ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.37 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 83,570 ക്ലോസ് ചെയ്തപ്പോൾ 187 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 3,935 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII കനത്ത സെല്ലിംഗ് തുടരുകയാണ്. 4,346 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,790 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,732 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,665 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്നലെ ഹോളിഡേ ആയിരുന്നു. ഇന്ന് 25,694 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചത്തെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ആഴ്ച ആകെ 11 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 0.04% റാലി നടത്തി. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,694 നിൽക്കുമ്പോൾ 1.67% ലോസ് ആണ് ഈ വർഷത്തെ ഓവറോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 1, 2025 23,508 നിഫ്റ്റി ഇന്ന് 25,694 നിൽക്കുമ്പോൾ 9.30% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസം വരെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. DII ആക്ടിവിറ്റി ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ 16,173 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. FII 14,265 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DII എല്ലാ ദിവസവും ബൈയിങ്ങിലും FII എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സുമായിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെൻസെക്സ് എന്നിവയുടെ സമ്മറി ഈ ആഴ്ചത്തെ ഓവറോൾ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് 843 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 1.42% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 119 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 0.20% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 79 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 0.46% റാലി നടത്തി. എന്നാൽ സെൻസെക്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് രീതിയിലാണ്. 83,576 സ്റ്റാർട്ട് ചെയ്ത സെൻസെക്സ് ആഴ്ച ക്ലോസ് ചെയ്തപ്പോൾ 83,570 ക്ലോസ് ചെയ്തു. 5 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 0.01% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇന്നത്തെ സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കിടന്ന എല്ലാ സെക്ടേഴ്സ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി IT എബോവ് 3% റാലി നടത്തി. ഫോളിൽ നിഫ്റ്റി ഫാർമ എബോവ് 1% ഫോൾ എന്ന് കണ്ടു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,596 ക്ലോസ് ചെയ്തപ്പോൾ 125 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 175 പോയിൻറ്റ്സ് കുറഞ്ഞ് 34,346 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 21 പോയിൻറ്റ്സ് ഉയർച്ചയാണുണ്ടത്. 27,523 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 52,142 ക്ലോസ് ചെയ്തപ്പോൾ 116 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 166 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 14,388 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9252 ക്ലോസ് ചെയ്തപ്പോൾ 5 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 1263 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 39,086 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1410 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 61 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,600 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,748 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 288 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 2217 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 103 പോയിൻറ്റ്സ് ചേർന്ന് 9014 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 853 ക്ലോസ് ചെയ്യുമ്പോൾ 2 പോയിൻറ്റിൻ്റെ ഗെയിനാണെന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് നിന്ന് ടോട്ടൽ ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 491 പോയിൻറ്റ്സിൻ്റെ കുറവ് ഈ ആഴ്ച കാണിച്ചു. 1.75% ഫോള് കണ്ടു. നിഫ്റ്റി എനർജി 62 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 1.18% ഫോള് കണ്ടു. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 141% റാലി നടത്തി. 0.52% റാലി കണ്ടു. നിഫ്റ്റി FMCG 295 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.56% ഫോള് കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 283 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.93% ഫോളാണ് ഉണ്ടായത്.
നിഫ്റ്റി ഇൻഫ്ര 50 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.55% ഫോൾ കണ്ടു. നിഫ്റ്റി IT 1059 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തി 2.279% റാലി കണ്ടു. നിഫ്റ്റി മീഡിയ 14 പോയിൻറ്റ്സിൻ്റെ കുറഞ്ഞ് 1.03% ഫോൾ കണ്ടു. നിഫ്റ്റി മെറ്റൽ 505 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 4.55% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 119 പോയിൻറ്റ്സ് ഉയർന്ന് 1.03% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 543 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത് 2.39% ഫോൾ കണ്ടു. നിഫ്റ്റി PSU ബാങ്ക് 413 പോയിൻറ്റ്സ് ഉയർന്ന് 4.80% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 21 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 2.40% ഫോളാണ് ഉണ്ടായത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1233 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1675 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻഫോസിസ് 5.63% റാലി നടത്തി. ടെക് മഹീന്ദ്ര 5.16% റാലി നടത്തി. വിപ്രോ 2.79%, HCL Tech 1.77%, ടാറ്റ കൺസ്യൂമർ 1.51%, ശ്രീറാം ഫിനാൻസ് 1.46%, SBI 1.36%, TMPV 1.09%, അൾട്രാടെക് സിമൻ 1% ആൻഡ് നെസ്ലെ ഇന്ത്യ 0.67% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 3.86% ഫോളോ കണ്ടു. ജിയോ ഫിനാൻസ് 2.86% ഫോളോ നടത്തി. സിപ്ല 2.58%, ഹിൻഡാൽകോ 2.17%, ഏഷ്യൻ പെയിൻറ്റ്സ് 2.03%, സൺഫാർമ 1.87%, മാരുതി സുസുക്കി 1.81%, ഭാരത് ഇലക്ട്രിക് 1.76%, ITC 1.66% ആൻഡ് HDFC ലൈഫ് 1.43% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.